ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തട്ടുകട സ്റ്റൈൽ കോളിഫ്ലവർ 65 ആണ്, അല്ലെങ്കിൽ ഗോബി 65 ആണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് അല്ലെങ്കിൽ സൈഡ് ഡിഷാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ആദ്യം നമുക്ക് മാവ് ഉണ്ടാക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി 2 ടീസ്പൂൺ. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. ഞാൻ 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കായത്തിൻ്റെ പൊടി വേണം, അസഫറ്റീഡ പൗഡർ, അത് 1 ടീസ്പൂണോളം ഇടുക. ഇതൊക്കെ കൂടിയിട്ട് ഈ പൗഡറെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ കരിവേപ്പില ഞാൻ ഒരു 5 കൊളുന്ത് മിക്സിയിൽ പൾസ് മോഡിൽ പൊടിച്ചിട്ടുണ്ട്, അതും കൂടെ ചേർക്കുക. പിന്നെ 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഈ മാവ് ഒരു ഫ്ലോയി ടെക്സ്ചർ വരുന്ന വരെ ബാറ്റർ റെഡിയാക്കുക. അധികം ലൂസ് ആവാൻ പാടില്ല. ഈ ഒരു കട്ടിയിൽ മാവ് ഉണ്ടാക്കിയാൽ മതി. നമ്മൾ കോളിഫ്ലവർ എടുക്കും. ഇത് ഞാൻ 30 മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് പുതിർത്തി വെച്ചാണ്. തിളപ്പിക്കേണ്ട ആവശ്യമില്ല, തിളച്ച വെള്ളത്തിൽ പുതിർത്തി വെച്ചാൽ മതി ഒരു 30 മിനിറ്റ്. ഇനി അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന മാവിലിടുക. എന്നിട്ട് അത് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. കോളിഫ്ലവർ പൊടിഞ്ഞു പോവാതെ നോക്കണം. ഒരു സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് എല്ലാം യോജിപ്പിച്ചിട്ട് എടുക്കുക. വേണമെങ്കിൽ അരമണിക്കൂർ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാം. ഇനി എണ്ണ ചൂടാക്കുക. ആദ്യം തന്നെ നമ്മൾ കുറച്ച് കരിവേപ്പിലയും, പിന്നെ പച്ചമുളകും, പിന്നെ വെളുത്തുള്ളി തോലോട് കൂടിയിട്ടുള്ളതും ഫ്രൈ ചെയ്തെടുക്കും. അത് എണ്ണയിൽ അതിൻ്റെ ഫ്ലേവർ ഇൻഫ്യൂസ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടത് മാറ്റി വയ്ക്കുക ഫ്രൈ ചെയ്തിട്ട്. ഇനി നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കും. ഓരോന്നായിട്ട് ഓരോ ബാച്ചായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. നല്ല ക്രിസ്പ് ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അത് ക്രിസ്പായി നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്, റെഡ് കളറായിട്ടുണ്ട്. എന്നിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ഗോബി 65 അല്ലെങ്കിൽ തട്ടുകട സ്റ്റൈൽ കോളിഫ്ലവർ 65 റെഡിയായി. നമ്മൾ ഫ്രൈ ചെയ്ത വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും അതിലേക്ക് ഇട്ടിട്ട് സെർവ് ചെയ്യാം. ഇത് നല്ല ടൊമാറ്റോ സോസിൻ്റെ കൂടെ അല്ലെങ്കിൽ ചട്നിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.